ഇവിടെയാണ് കുട്ടികളെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോഡി ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഫ്യൂഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ആക്ച്വലി ഈ ഫ്യൂഷൻ 360ൻ്റെ അഡ്വാൻസ് വേർഷൻ ഉണ്ട്. ടൂളുകളൊക്കെ സെയിം ആണ്, ഫീച്ചേഴ്സ് ചെറിയ ചേഞ്ചസ് വരും. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് പല കമ്പനീസും ദേ ആർ പ്രൊഡ്യൂസിങ് ദെയർ പ്രൊഡക്റ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ എംപ്ലോയിറ്റി സ്കില്ല് ഫിറ്റ് ആവുന്നത്. ഒരു കുട്ടി ഇതിൻ്റെ ബേസിക്സ് പഠിക്കുന്നു, അപ്പോൾ അവന് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിലെത്തി. മേ ബി ഏതെങ്കിലും കുട്ടികൾ നമ്മളെ ഈ ത്രൂ ഔട്ട് സ്കൂൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ എത്തുന്ന സമയത്ത് അവർ ആലോചിക്കും, അന്ന് പിന്നെ ജിഷ മാം പഠിപ്പിച്ച സോഫ്റ്റ്വെയർ ഇതായിരുന്നല്ലോ, അല്ലെങ്കിൽ മാം പഠിപ്പിച്ച സോഫ്റ്റ്വെയർ ഇതായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഒരാളെങ്കിലും ആ ഒരു ഫീൽഡിലേക്ക് പോകും. അത് ഡമ്മി സോഫ്റ്റ്വെയർസ് അല്ല, റിയലായിട്ട് കമ്പനീസ് ഉപയോഗിക്കുന്നതാണ്. അപ്പം ആ കുട്ടികളായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ ടീം എന്ത് ചെയ്യണം, ഈ സർക്യൂട്ട് കണക്ഷൻ, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ചെയ്യണം. ബിസിനസ് ടീമാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ, ഇതിൻ്റെ സെയിൽസ്, ഇതിൻ്റെ റീൽസ് കണ്ടൻറ്, ഇതിൻ്റെ പോസ്റ്റർ കണ്ടൻറ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അതാണ് നമ്മളെ നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഒറൈസണത്തെ കുട്ടികൾ ഉണ്ടാക്കിയത് ഒരു ടൈംഡ് ആക്ട് ആയിരുന്നു. അതായത് കണ്ണ് കാണാത്തവർക്ക് ടീച്ചേഴ്സിന് വേണ്ടി ടൈം ടേബിൾ ഓരോ അവേഴ്സിലും വിളിച്ച് പറയുന്ന കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേർഷൻ 1 കുറച്ച് വലുതായിരുന്നു ടേബിളിൽ വെക്കുന്നത്. പിന്നെ വേർഷൻ 2 ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അതേപോലെ നെസ്റ്റിൽ ഉണ്ടാക്കിയിരുന്നത് ഇങ്ക് ജെറ്റ് ഫില്ല് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ അവരെ ആ ഐഡിയാസിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കരിക്കുലം അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് അതിൻ്റെ ഒരു പർപ്പസ് മനസ്സിലാവുന്നത്, എന്താണ് അവർ ചെയ്യേണ്ടത്, ഏതിലേക്കാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് ആസ് എ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ബാക്കിയുള്ള ടീച്ചേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാം. കാരണം ഈ പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. കാരണം കുട്ടികൾ ടെക്നോളജി പഠിച്ചു, ഇനി അവരുടെ മുമ്പിലേക്ക് നമ്മളൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് പറയാം, ഇതാ ഇവിടെ ഇന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് ആ കുട്ടികൾ വരും. അപ്പോൾ ആ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചാപ്റ്ററാണ് ആക്ച്വലി ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ടോപ്പ് പ്രൊഡക്റ്റ് എൻ്റെ സ്കൂളിലത്തെ കുട്ടികളാവണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സിനെ, കാരണം സയൻസ് ടീച്ചേഴ്സിന് ഒരുപാട് സജഷൻ പറയാനുണ്ടാവും, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും ഇൻപുട്ട് എടുത്ത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടീമായിട്ട് അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം.